ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന മിസ് സുരക്ഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. കഷ്ടങ്ങൾ വന്നിടുമ്പോൾ, ഭാരങ്ങളേറിടുമ്പോൾ, കഷ്ടങ്ങൾ വന്നിടുമ്പോൾ, ഭാരങ്ങളേറിടുമ്പോൾ, കഷ്ടങ്ങളേറ്റവൻ ഭാരം ചുമന്നവൻ ആശ്വാസം നൽകിടുന്നു. കഷ്ടങ്ങളേറ്റവൻ ഭാരം ചുമന്നവൻ ആശ്വാസം നൽകിടുന്നു. എനിക്കായി കരുതും നല്ലിടയൻ, എനിക്കായി കരുതും നല്ലിടയൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവം അനുസരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിലുള്ള സ്നേഹവന്ദനവും പ്രഭാതവന്ദനവും അറിയിക്കുന്നതിൽ സന്തോഷിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധിക്കുക. സഹോദരന്മാരെ, ഞങ്ങൾ അല്പനേരത്തേക്ക് ഹൃദയം കൊണ്ടല്ല മുഖം കൊണ്ട് നിങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് ബഹുകാംക്ഷയോടെ നിങ്ങളുടെ മുഖം കാണുവാൻ ഏറ്റവും അധികം ശ്രമിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ, വിശേഷാൽ പൗലോസായ ഞാൻ, ഒന്ന് രണ്ട് പ്രാവശ്യം ശ്രമിച്ചു. എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. പൗലോസ് അപ്പോസ്തലൻ ഇപ്പോൾ അവരെ വിട്ട് കൊരിന്തിലായിരിക്കുകയാണ്. അവിടെ നിന്നാണ് ഈ ലേഖനം എഴുതുന്നത് നമുക്കറിയാം. അങ്ങനെ ആയിരിക്കുമ്പോൾ പൗലോസ് പറയുന്ന കാര്യം ഇതാണ്: അവരും സന്നിധിയിൽ നിന്ന് ഹൃദയം കൊണ്ടല്ല മുഖം കൊണ്ട് നിങ്ങളെ വിട്ടുപിരിഞ്ഞു. ഇവിടെ ഈ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെ വിശ്വാസത്തിലേക്ക് നടത്തിയ പൗലോസ് അവിടുന്ന് പോയപ്പോഴും മറ്റൊരു സ്ഥലത്തായിരിക്കുമ്പോഴും ആള് അകലത്തിലാണ്. രണ്ടു കൂട്ടരും രണ്ട് സ്ഥലത്താണ്. പൗലോസും കൂട്ടരും മറ്റൊരു സ്ഥലത്തും തെസ്സലോനിക്കയിലായിരിക്കുന്ന വിശ്വാസികൾ അവിടെ ആയിരിക്കുകയാണ്. എന്നാൽ അവർ ഹൃദയം കൊണ്ട് വിട്ടുപിരിഞ്ഞിട്ടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹൃദയത്തിൽ ഇപ്പോഴും തെസ്സലോനിക്ക വിശ്വാസികളുണ്ട്. അഥവാ ഹൃദയത്തിൽ അവരോടുള്ള സ്നേഹം, ഹൃദയത്തിൽ അവരോടുള്ള താല്പര്യം, ഹൃദയത്തിൽ അവരോടുള്ളതായ ഇഷ്ടം, അത് പൗലോസിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നാം ആഴ്ചയുടെ ചില ദിവസങ്ങൾ ഒരുമിച്ച് കൂടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവവചനം കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തു. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നമ്മളുടെ ഭവനങ്ങളിലും നമ്മളുടെ ജോലി സ്ഥലത്തൊക്കെ ആയിരിക്കുമ്പോൾ സഹവിശ്വാസികളുടെ മുഖം കൊണ്ട് നാം അവരെ വിട്ടുപിരിഞ്ഞ് നിൽക്കുകയാണ്. എന്നാൽ ആ സമയത്തും ഹൃദയം കൊണ്ട് അവരോട് സ്നേഹം നമുക്കുണ്ടോ? ഹൃദയത്തിൽ അവരുണ്ടോ? ഹൃദയത്തിൽ അവരോടുള്ളതായ താല്പര്യം നമുക്കുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ ക്ഷേമവും അവരുടെ താല്പര്യമൊക്കെ ഇടയ്ക്ക് നാം അന്വേഷിക്കുകയും ചെയ്യും. ഇതാണ് ദൈവമക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതല്ല ഞായറാഴ്ച കൂടി വരുമ്പോൾ ഒരു സ്നേഹപ്രകടനം അതുപോലും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. എന്നാൽ ഉള്ളിടത്ത് തന്നെ ഒന്ന് കൈകൊടുത്ത് ഹായ് പറഞ്ഞു പോകുന്നു. അടുത്ത ഞായറാഴ്ച വരെ ഒരു ബന്ധവും ഇല്ലാത്ത, ഒരു കൂട്ടായ്മയില്ലാത്ത, ആരെക്കുറിച്ചും ഒരു ചിന്തയില്ലാത്ത ഒരു ജീവിതം അല്ല ആത്മീയ ജീവിതം, കൂട്ടായ്മ ജീവിതം നാം മനസ്സിലാക്കണം. അന്യോന്യം സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജീവിതമാണ്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും അവരുടെ ആവശ്യങ്ങളും ഭാരങ്ങളും ഹൃദയത്തിൽ ഏറ്റെടുക്കുവാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും കഴിയുന്ന ഒരു ജീവിതമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം അങ്ങനെയാണോ എന്ന് നമ്മെക്കുറിച്ച് തന്നെ ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, പൗലോസിന്റെ അടുത്ത ആഗ്രഹം ബഹുകാംക്ഷയോടെ നിങ്ങളുടെ മുഖം കാണുവാൻ ഏറ്റവും അധികം ശ്രമിച്ചു. സഹവിശ്വാസികളെ കാണാനുള്ളതായ ആഗ്രഹം, അവരെ ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കാനുള്ള ആഗ്രഹം നമുക്ക് എത്രത്തോളം ഉണ്ട്? പലരും അത് ഒഴിവാക്കുകയാണ്. സഹവിശ്വാസികളെ കാണുവാനോ ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുവാനോ ഉള്ള താല്പര്യമില്ലായ്മ ഉണ്ട്. എത്ര ദുഃഖകരമായ കാര്യമാണ്. ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ അതിനെ കാണുമ്പോൾ അവരുടെ സ്നേഹം, പ്രിയപ്പെട്ടവരെ, അവരുടെ ആ
ഒരുമിച്ചുള്ളതായ സന്തോഷം എത്രയോ സന്തോഷകരമായ കാര്യമാണ്. ഇന്ന് അതിനുള്ളതായ ആഗ്രഹവും താല്പര്യവും നമുക്കുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നാം സഭായോഗങ്ങളെ ഉപേക്ഷയായിട്ട് വിചാരിക്കാതെ കൃത്യസമയത്തിന് മുമ്പ് തന്നെ അവിടെ എത്തിച്ചേർന്ന് അവിടെ വന്നവരോട് സംസാരിക്കും. അതിനുശേഷം യോഗം കഴിഞ്ഞ ഉടനെ ഓടിപ്പോകാതെ അവിടെ നിന്ന് എല്ലാവരോടും ഒന്ന് ഹായ് പറഞ്ഞൊന്ന് സന്തോഷിച്ച് അവരുടെ ക്ഷേമാന്വേഷണം നടത്തി അനുഗ്രഹീതമായ ആഹ്ലാദകരമായ സന്തോഷകരമായ കൂട്ടായ്മ ബന്ധം പുലർത്തുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ഇടയ്ക്ക് ദിവസങ്ങളിലൊക്കെ അവരുടെ വിശേഷങ്ങളൊക്കെ അറിയുവാനും അവരുടെ ക്ഷേമാന്വേഷണം നടത്തുവാനും ഒക്കെ ഉള്ളതായ താല്പര്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു 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 ഫോർമാലിറ്റിക്ക് വേണ്ടി കടന്നു വന്ന് ഇരുന്നു ആരാധിച്ച് ആരോടും മിണ്ടാതെ, ചിലരൊക്കെ മിണ്ടിയിട്ട് മാസങ്ങളായി. ഇത്രയും ദുഃഖകരമായ അവസ്ഥയാണ്. ഇതല്ല ആത്മീയ ജീവിതം എന്ന് നാം മനസ്സിലാക്കേണ്ടത്. പുറത്തുള്ളവർ നമ്മളെക്കുറിച്ച് കുറ്റം പറയാത്ത നിലയിൽ ഇത് നിങ്ങൾ വിശ്വാസികളായിട്ട് ഇങ്ങനെയാണോ പെരുമാറുന്നെന്ന് പുറത്തുള്ളവർ ചോദിക്കുവാനും സാക്ഷ്യക്കേടുണ്ടാകുവാനും ഇടയാകുന്നതായ ഒരു ജീവിതം എത്രയും ദുഃഖകരമായ അവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, അതൊക്കെ വെറും ലൗകികവും ജഡികവുമായ കാര്യങ്ങളാണ്. അങ്ങനെ ആകാതെ നല്ല ആത്മീയ ബന്ധം പുലർത്തുവാൻ, സഹവിശ്വാസികളെ ഹൃദയത്തിൽ വഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അവർക്ക് വേണ്ടി കരുതുവാൻ, അവരുടെ സ്നേഹം ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ, ഇവിടെ സഹോദരന്മാരെ എന്നുള്ള വിളി തന്നെ എത്രയോ സന്തോഷകരമായ കാര്യമാണ്. ഇന്ന് എത്ര പേര് സഹോദരന്മാരെ എന്ന് വിളിക്കാറുണ്ട്? പേര് മാത്രം വിളിച്ച് സഹോദര എന്നൊന്ന് വിളിക്കുക പോലും ചെയ്യാത്ത ദുഃഖകരമായ അവസ്ഥ എത്രയോ ദയനീയമാണ്. അങ്ങനെ നമുക്ക് സംഭവിക്കാതിരിക്കാൻ നമുക്ക് കരുതണം. ഇവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യം, 1-2 പ്രാവശ്യം വിചാരിച്ചു, പൗലോസ് ആഗ്രഹിച്ചു അവരുടെ അടുത്തേക്ക് എത്താൻ, എന്നാൽ സാത്താൻ ഞങ്ങളെ തടഞ്ഞു. പ്രിയപ്പെട്ടവരെ, സഹോദര്യ ബന്ധത്തെ നിലനിർത്തുവാൻ, സഹോദരന്മാർ തമ്മിലുള്ള ഊഷ്മളമായ ക്രിസ്തീയ ബന്ധവും കൂട്ടായ്മയും നിലനിർത്തുവാൻ നമ്മളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ആ ഒരു ആഗ്രഹവും താല്പര്യവും ഉണ്ടായിരിക്കും. സഹോദരിയെ കാണണം, അവരും ഒരുമിച്ച് സമയം ചിലവഴിക്കണം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭമാണ്, എത്ര മനോഹരമാണ് എന്നുള്ള ആ വലിയ ആഗ്രഹം, വലിയ താല്പര്യം നമുക്കുണ്ടായിരിക്കും. എന്നാൽ ഈ സഹോദരി ബന്ധത്തിന് വിള്ളൽ വീഴ്ത്തുന്നതിന്, ഈ സഹോദരി ബന്ധം തകർക്കുന്നതിന്, ഈ കൂട്ടായ്മയുടെ മാധുര്യം ഇല്ലാതെയാക്കുന്നതിന് പിശാച് ശ്രമിക്കുന്നു എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. അവരുടെ അടുത്തേക്ക് വന്ന പൗലോസ് അവരെ പ്രോത്സാഹിപ്പിക്കുവാനും ആത്മീയപൂർത്തിയിലേക്ക് നടത്തുവാനും ശ്രമിക്കുമ്പോൾ സാത്താൻ തടസ്സം നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സഹവിശ്വാസികളെ കാണുവാനും അവരോട് ഹൃദ്യമായ ആത്മീയ കൂട്ടായ്മ ബന്ധം കാത്തുസൂക്ഷിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കുന്നില്ലെങ്കിൽ പിശാചിന്റെ വലിയ തന്ത്രമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഹൃദയത്തിൽ അവരോടുള്ള സ്നേഹമില്ലെങ്കിൽ, ഹൃദയത്തോടൊരു താല്പര്യമില്ലെങ്കിൽ, അഭിനയമാണ് കാണുമ്പോൾ നാം നടത്തുന്നതെങ്കിൽ അവിടെ പിശാച് പ്രവർത്തിക്കുന്നത് നാം മനസ്സിലാക്കണം. പിശാചിനിടം കൊടുക്കരുത്. നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമ്മുടെ കുറവുകളെ ഏറ്റു പറയാം. സഹോദരന്മാരെ ഹൃദയത്തിൽ വഹിക്കുവാനും അവരെ നിഷ്കളങ്കമായി സ്നേഹിപ്പാനും ഉറ്റു സ്നേഹിപ്പാനും അവരെ കാണുവാനും അവരോട് കൂട്ടായ്മ ആചരിക്കുവാനുമുള്ളതായ ആത്മീയമായ നല്ല ആഗ്രഹവും താല്പര്യവും നമുക്കുണ്ടാകട്ടെ. അങ്ങനെയാകുമ്പോൾ പിശാച് പരാജയപ്പെടും. കർത്താവ് അതിൽ സന്തോഷിക്കും. നമ്മളെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ, നമ്മളെ സഹോദരന്മാരാക്കിയ കർത്താവിൻ്റെ ഹൃദയം സന്തോഷിക്കും. അതിനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിക്കാം. ഈ ചിന്തകൾ അതിന് മുഖാന്തരമായി തീരട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.